ആത്മധൈര്യം ചോരാതെ കണ്ടു തീർക്കാവുന്നവർക്കായി രക്തദാഹിയായ മറുതയുടെ കഥ. ഒഴിച്ചുമൂടപ്പെട്ട കഥകളുടെ കല്ലറ കുത്തി തുറക്കാൻ ശ്മശാനത്തിലെത്തിച്ചേർന്ന സുഹൃത്തുക്കളെ, പോകാം നേരം പോക്കല്ലാത്തൊരു നേരിൻ്റെ കഥയിലേക്ക്. ആരും പറയാത്തൊരു വാഴിൻ കഥ ഞാനിനി കാതിൽ പറയാം പതിയേ. രാവിൽ ചിത കൂട്ടിയ നോവിൻ ചുടലയ്ക്കൊരു നേരിൻ കനകായെരിയ ശ്മശാനം. മറുത കുട്ടിക്കാലത്ത് കേട്ടു വളർന്ന പല പ്രേതകഥകളിലെയും നിറസാന്നിധ്യം. എന്നാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും മറുതയാരാണെന്നോ മറുതയുടെ കഥ എന്താണെന്നോ അറിയില്ല എന്നത് മറ്റൊരു സത്യം. മറുതയുടെ കഥ അറിയാവുന്ന എല്ലാവർക്കും സേലം കന്യാകുമാരി നാഷണൽ ഹൈവേയിൽ ഹരിപ്പാടെത്തുമ്പോൾ നെഞ്ചിലൊരാന്തലാണ്. ഇനി മറുതയുടെ കഥ അറിയാത്തവരാരെങ്കിലും സമീപ പ്രദേശങ്ങളിലെ ചായക്കടകളിൽ അത്താഴത്തിനിറങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്ന കഥകൾ ഏതൊരു യുക്തിവാദിയുടെയും ധൈര്യം ചോർത്തുന്നവയാണ്. മക്കളൊന്ന് നിന്നേ. ഹരിപ്പാടിനടുത്തുള്ള കുപ്രസിദ്ധമായ ഒരു ഗ്രാമം. അവിടെ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരു അരയാൽ വൃക്ഷച്ചുവട്ടിലൂടെ കാടും പടലവും നിറഞ്ഞൊരു വഴി. പ്രദേശവാസികൾക്ക് ഇന്നും ഒരു പേടി സ്വപ്നമായ ഇവിടം ഉഗ്രവിഷമുള്ള ഒരുപാട് സർപ്പങ്ങളുടെ സങ്കേതമാണെന്ന് പറയപ്പെടുന്നു. ടോർച്ചെടുത്ത് പോടാ, അവിടെ നിറച്ച് പാമ്പുകളാ. എന്നാൽ രാത്രികാലങ്ങളിൽ ഈ വഴി ആരും സഞ്ചരിക്കാത്തത് സർപ്പങ്ങളെ ഭയന്നിട്ടല്ല. ആ ഭയത്തിൻ്റെ കാരണം മനസ്സിലാക്കാൻ ആ പ്രദേശത്തിൻ്റെ പേര് തന്നെ ധാരാളമാണ്. മക്കളൊന്ന് നിന്നേ. ടോർച്ചെടുത്ത് പോടാ, അവിടെ നിറച്ച് പാമ്പുകളാ. ആ മറുതമുക്ക് വഴി പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മറുതമുക്കിലെ പാമ്പുകൾക്ക് എന്ത് ടോർച്ചാദാസ. വർഷങ്ങൾക്ക് മുൻപ് ആ ഗ്രാമത്തിൽ ചായക്കട നടത്തി ജീവിച്ചിരുന്ന ഒരു പാവം സ്ത്രീ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അവർക്ക് ആയിടെ മാരകമായ വസൂരി പിടിപെട്ടു. സഹായം തേടി ഗ്രാമവാസികളുടെ വാതിലുകളിലെത്തി അവരെ വരവേറ്റത് മൂർച്ചയുള്ള കല്ലുകളും ആക്ഷേപങ്ങളുമായിരുന്നു. അവരവളെ മറുതെന്ന് വിളിച്ച് ആട്ടിയകറ്റി. അവളുടെ പകർച്ചവ്യാധിയേക്കാൾ മാരകമായിരുന്നു അവരുടെ മനസ്സിൻ്റെ വ്യാധി. ക്ഷീണിച്ച അവശയായി മരണപ്പെട്ട അവൾ ആ ആൽമരത്തിൽ മറുതയായി കുടിയിരിക്കുന്നു എന്നാണ് സങ്കല്പം. രാത്രികാലങ്ങളിൽ ആ വഴി സഞ്ചരിക്കുന്നവരെ കാമാതുരയായി വശീകരിച്ച് ആൽമരത്തിനോട് ചേർന്നുള്ള ചെറുചാലി മറുതയ്ക്ക് പ്രദേശവാസികളോട് ഇന്നും പകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മണ്ണിട്ട് നികത്താൻ ശ്രമിക്കുമ്പോൾ ആഴം കൂടുന്ന മറുതമുക്കിലെ ചാലും അരയാൽ തറയിൽ വിളക്ക് വയ്ക്കാൻ മറക്കുന്ന ദിവസങ്ങളിൽ പ്രദേശത്തെ വീടുകളിൽ കയറുന്ന സർപ്പങ്ങളും ഗ്രാമവാസികൾക്ക് ഇന്നും ഭീതി സമ്മാനിക്കുന്നു.